അപ്പോൾ ഫ്രണ്ട്സ് വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മൾ തേർഡ് ഡേ ആണ്. ഇന്നിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോങ്നൂച്ച് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആണ്. അത് ഇറ്റ്സ് എ ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ അങ്ങനെ എന്തോ സംഭവമാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അത് കുറേ കാണാനുണ്ടാവും. നമ്മളെ ഹോട്ടലിന് അപ്രോക്സിമേറ്റ്ലി 40 മിനിറ്റ്സ് ദൂരമുണ്ട്. ഇതാണ് നമ്മളെ തായ്ലാൻഡിലത്തെ മോർണിംഗ് കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ആവറേജ് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ് നമ്മൾ ഈ ഗംഭീര സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 സ്ഥലം ഉണ്ടത്. നമ്മളെ ഇന്ത്യൻ ഫ്ലാഗ് എവിടെ നോക്കിയാലും നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. ഇത്ര സ്ഥലം നമുക്ക് തന്നെ കണക്കില്ല. ഫ്രണ്ട്സ്, ഈ കാണുന്ന സ്ഥലത്ത് ഇഷ്ടംമാതിരി ഡിഫറെൻറ്റ് ഗാർഡൻസ് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ട്. ആൻറ്റ് ടവർ അങ്ങനെ കുറച്ച് കുറേ ഇറ്റാലിയൻ ഗാർഡൻ. നമ്മൾ ശരിക്കും ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഇവർ കാണില്ല അങ്ങനെ. ബട്ട് ഇൻ എ ബിഗർ സൈസ്. ഫാർ ഫ്രോം ഇങ്ങനെ സംഭവമാണ്. എന്താണോ ഫാർ ഫ്രോം കുക്കിംഗ് ക്ലാസ് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രൂട്ട് ബഫേ, കുറേ ഡൈനോസർ ഗാർഡൻ, അങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പറഞ്ഞില്ലേ, ഇത് ഇന്ത്യയിലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്.
എല്ലാവരും തായ്ലൻഡ് വരുമ്പോൾ 99% ഓഫ് ദ പീപ്പിൾ വിൽ കം ഹിയർ. ഒരു ഒന്നൊന്നര സംഭവം അല്ലേ, പൈസ ഇറക്കുന്നുണ്ട്, പൈസ ഇറക്കിയിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ടിക്കറ്റിന് പിന്നെ നല്ല പൈസ ഉണ്ടാവുമായിരിക്കും. അതെ, ടിക്കറ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ്. ഓ, പാക്കേജ്, അഡ്മിഷൻ ഫീ, സൈറ്റ് സീയിങ്, ബസ്, എലിഫൻറ്റ് ഷോ, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അടുത്തുണ്ടായി, നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഓക്കെ 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 ടിക്കറ്റ് ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോൾ ഇതിൽ ഈ ടിക്കറ്റിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളിത് ഉള്ളിലേക്ക് കയറുന്നത്. കിടക്കണ വണ്ടിയാണ് മക്കളെ. ഓ, ഗംഭീര വണ്ടിയാണ്. നോങ് നൂഷ് ട്രോപ്പിക്കൽ ഗാർഡൻ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളോട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം. ഓ, എനിക്ക് ഇതൊക്കെ ഇതിനേക്കാളൊക്കെ ഇഷ്ടപ്പെടും ഇതുപോലത്തെ വണ്ടികളൊക്കെ. ടിക്കറ്റ് ഓക്കെ ഓക്കെ ഓക്കെ. ആ, ടിക്കറ്റ് കളയർ ചെയ്തതാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടിക്കറ്റ് കളയില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോ കാര്യങ്ങൾ ആദ്യം എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ കാക്ടസ് ഗാർഡൻ ആണ് കേട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ വീഡിയോസിൽ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഒരു 2-3 ദിവസം ഉണ്ടെങ്കിലാണ് നമുക്കിത് റെക്കോർഡ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. So it is the cactus garden and see the beautifully they have arranged all these things. And the beautiful ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള സത്യത്തിൽ കാണുമ്പോൾ ഐ ഫീൽ ജലസ്. നമ്മൾ ഇന്ത്യയിൽ ഇതൊന്നുമില്ല. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ഐ ലവ് നോങ് നൂച്ച്. 10:30 നമുക്കൊരു ഷോ ഉണ്ട്. അപ്പോൾ ആ ഷോ ആകുമ്പോഴേക്കും നമുക്ക് എത്തണം. അവിടെ ഒരു ഫാൻ കാര്യങ്ങളിൽ ഫാൻ്റെ സൗകര്യമെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ ആരും മുഷിയരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റ് നമുക്കറിയാം, വെള്ളം അങ്ങനെ ചെറുതായി സ്പ്രേ ഉണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കുകയാണ്. ഇതൊക്കെ എടുക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ കുറേ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആനകളൊക്കെ ഉണ്ടല്ലോ നമ്മളവിടെ. ഓ, ആന നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ആനയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനോ എന്തെങ്കിലും. ഓ, 50 ഭാഗത്ത് കൊടുത്ത ബനാന. ഇത് ഇവിടേക്ക് വരുമ്പോൾ AC കൂളിംഗ് അല്ലേ. ഓ, വണ്ടിയുടെ ഏരിയ ഉണ്ട്, നമുക്ക് പറ്റുമെങ്കിൽ അതിനുള്ളിലേക്ക് പോവാം. നമുക്കിപ്പോൾ ആന അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കേസല്ല. നമ്മൾ ഗുരുവായൂരിലായിട്ട് ആനയ്ക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്തൊരു സ്ഥലം. ഇതാണ് ഇവിടുത്തെ ഒരു വേറെ രീതിയിലത്തെ കച്ചവടത്തിൻ്റെ. ഇതേപോലെ ഇവിടുത്തെ ടെമ്പിൾസിൻ്റെ മോഡൽസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഫ്രണ്ട്സ്, നമുക്ക് ഇതിനെ മേലേക്ക് കയറാനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ എല്ലാം 1 by 1 എല്ലാം നമ്മൾ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മാത്രമേ സമയം ഉണ്ടാവത്തുള്ളൂ. ഇതെല്ലാം ശരിക്കുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ്സ് എന്ന് പറയാമല്ലോ, മരങ്ങളായി ഇപ്പോൾ ഇതെല്ലാം. നമ്മുടെ ഡൈനോസേഴ്സ് ഉണ്ടല്ലേ. അവിടെയുണ്ട് ഡൈനോസേഴ്സ്. ദേവി ഇവിടേക്കൊക്കെ നമുക്ക് പോവുക. ഇത് ഭംഗിയിലെ ചെടികളൊക്കെ. ഇതേപോലെ ശരിക്കും കാശ് മുതലാവുന്ന സംഭവം കേട്ടോ. ഏതാളും വന്നു കഴിഞ്ഞാൽ
എല്ലാവരും വാവ് എന്ന് തന്നെ പറയുള്ളൂ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയ സ്ഥലം. ആൻഡ് ദേ മെയിൻറ്റെയിൻഡ് ഇറ്റ് സോ വെൽ. എന്താ പറയുക, ഒന്നും പറയാനില്ല. നമുക്കിതിന് മേലേക്ക് പോയി പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടാ. വാ 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 ഹാർട്ട് ഷേപ്പിലെല്ലാം ബ്യൂട്ടിഫുൾ. നമുക്കിവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഷൻസ് അവർ കൊടുത്തിട്ടില്ല കേട്ടാ. വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ, ഡൈനോസേഴ്സ്. ഇവിടെ ഒരു വഴി തെറ്റാൻ എളുപ്പമാണ് കേട്ടാ. ഇവിടെ നമ്മൾ കണ്ണാട വെച്ചേക്കണെങ്കിൽ നല്ലത്. ഇതിന് കറക്റ്റ് ബ്യൂട്ടി കാരണം കണ്ണാട ഒരു ഊരി വയ്ക്കണം. ഇവിടെ ഓരോരോ ഡൈനോസറിൻ്റെ പേര് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാ സ്ഥലത്തും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഒരു ടൈപ്പ് ഡൈനോസറിൻ്റെ സംഭവം തോന്നിയാണ്. ഡൈനോസർ ഗാർഡനാണ് അതൊക്കെ ആവും ചിലപ്പോൾ. ഇത് എന്നിട്ട് അവർ നോക്കണേ. ഭാഗ്യം ഇപ്പോൾ നമുക്കൊരു സ്മാർട്ട് ഫോണും ഇതിൽ ഡിജിറ്റൽ ക്യാമറാസെല്ലാം വന്നു തുടങ്ങിയത്. അല്ലേ റീൽ എടുത്തുള്ള പരിപാടി ആയിരുന്നെങ്കിലേ, പണ്ടത്തെ മാതിരി റീലിട്ട് ഫോട്ടോ എടുക്കായിരുന്നെങ്കിലേ മുതലാവില്ല. ഒരു 10-15 റീലെങ്കിലും മിനിമം വേണ്ടി വരും ഫോട്ടോസ് എടുക്കണമെങ്കിൽ. ഇത് ഇവിടുത്തെ ഒരു സൗകര്യ ഷോപ്പാണ്. പൂവിൻ്റെ മോള് അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത ടീം ഇത് അവിടെ ഫോട്ടോ എടുത്തെടുത്ത് അവർ വയ്യാതെ ഉണ്ടാവും. എൻട്രൻസ് ഇതെന്താണോ, ഗാർഡൻ ഇൻ ദ സ്കൈ ഹാൾ. അതിനുള്ളിൽ ഇവിടെ എന്തോ വെള്ളം വരുന്നുണ്ട്. സ്പ്രേ അടിക്കാനാണ്. കാരപ്പി പോകണ്ടല്ലോ അതിനുള്ളിൽ. കുറേ ചേച്ചിമാരുണ്ടല്ലോ ഇവിടെ. വാ ബൈ വാ. നമ്മൾ ക്രിസ്മസ് ട്രീമേ നമ്മൾ ബോള് ഇത് ചെയ്യില്ലേ, ഡെക്കറേറ്റ് ചെയ്യില്ലേ. ചിമ്പാൻസീസ്. വീണ്ടും എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, അവർ കൈയോടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഇന്ത്യൻ ഫുഡ് അവർ കിട്ടുന്ന സ്ഥലം, ഇന്ത്യൻ കുസീനെ അവർ എഴുതിയിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളി ഡൺ. എന്താ പറയുക, നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിറ്റ്വീൻ 11 AM to 3 PM വരെ നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അല്ല, എല്ലാവരും സ്ലോലിയാണ് നടന്നു വരുന്നത്. എന്തൊക്കെയാണ് കാണേണ്ടതെന്ന് അവർക്ക് തന്നെ ഒരു പിടുത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് 10:30 ഒരു തായ് ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ നമ്മൾ വിളിക്കണേ. ഓക്കെ, നിങ്ങൾ പെബിൾസ് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടി. ഇതെല്ലാം പെബിൾസ് ഉണ്ട്. ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇത് ഇങ്ങനെ ഡിസൈൻ ആക്കി എടുക്കാൻ. ഫ്രണ്ട്സ്, ഇവിടെ വന്നപ്പോൾ വേറൊരു ലോകമായിട്ടാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ ഹിൽ എന്നാണ് പേരിട്ടതിൻ്റെ. ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ നൂഡിൽസ് പോലത്തെ സാധനങ്ങളൊക്കെയാണ്.
ഇവിടെ എല്ലാം ഡൈനോസേഴ്സ് തന്നെ. അത് ഡൈനോസർ അല്ലല്ലോ, ഇത് മിസ്റ്റർ ആനയാണ്.